മുഖത്തുനിന്ന് പഴുപ്പ് വന്നു. അപ്പോഴൊക്കെ അടിയുണ്ട്. ഒരു മാസത്തിന് മുമ്പേ അടിയുണ്ട്. ഇപ്പം നമ്മുടെ ഒരു കാര്യവും പറയുന്നില്ല സാറേ. അങ്ങനെ കൊണ്ടുപോയ അവർ പറഞ്ഞ് 108 ആംബുലൻസ് ഇവിടെ വീട്ടിലുള്ള സംവിധാനം 108 ആംബുലൻസ് മെഡിക്കലിൽ കൊണ്ടുപോയി ഡോക്ടറെ കാണിച്ചപ്പോൾ അവർ പറഞ്ഞ് അത് കുത്തിയെടുക്കണമെന്ന്. അത് 10,000 രൂപയ്ക്ക് സൂചി അറിയിച്ചെല്ലാം പിറ്റേന്ന് അവനെ കൊണ്ട് ചെന്നു. പിറ്റേന്ന് കൊണ്ട് ചെന്നപ്പം മയക്കേ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. മയങ്ങുന്നില്ല. 3 പ്രാവശ്യം കൊണ്ട് ചെന്നിട്ടും മയങ്ങുന്നില്ല. ഇഞ്ചക്ഷൻ എടുത്തിട്ടും മയങ്ങുന്നില്ല. അപ്പോഴത്തേക്ക് അവൻ്റെ ബോധം പോയി. തൊണ്ടയെല്ലാം പഴുത്തു പോയി. അങ്ങനെ അവസാനം 3 മണിയായപ്പോൾ ഞാൻ അറിയിച്ച് വെള്ളം കുടിക്കണം. ഇവിടെ വരണ്ടിരിക്കും. ഞാൻ പല്ലിക്കകത്ത് ഇച്ചിരി വെള്ളം തേച്ചപ്പോഴത്തേക്ക് വാറൊന്ന് വെള്ളം കുടിക്കും. വെള്ളം കുടിച്ചോളാൻ പറ്റുമോ? ഞാൻ അവിടെ പോയി അവിടെ ചൂടുവെള്ളം ഇച്ചിരി നിർത്തോണ്ട് വരാം. ഞാൻ അങ്ങനെ ചൂടുവെള്ളം മൂത്തെടുത്തിട്ട് ഞാൻ കൊടുത്തപ്പോൾ ചുമച്ച് ഒരു ചുമ ചുമച്ചപ്പോഴത്തേക്ക് പഴുപ്പ്, രണ്ടാമത്തെ ചുമച്ചപ്പോഴത്തേക്ക് പഴുപ്പ്, പിന്നെ അപ്പോഴത്തേക്ക് അവന് പിടിച്ചു നിൽക്കാൻ വയ്യ. അവസാനം അവൻ വീണു. അവനെ ഇവിടെ നിന്ന് നിലവിളിച്ച് ഡോക്ടർമാർ ഓടി വന്ന് നേരെ വെന്റിലേറ്ററിലാണ്. പിറ്റേന്ന് രാവിലെ 14-ാം തീയതി അവിടെ പോയി. 14-ാം തീയതി 18-ാം തീയതി പോയി. ശനിയാഴ്ച തന്നെ പോയി. ശനിയാഴ്ച രാവിലെ കൊണ്ടുപോയി. അവിടുന്ന് ആശുപത്രിയിൽ നിന്ന് വന്നിട്ടേ കുറച്ച് ദിവസം പിന്നെ തീരെ വയ്യാത്തൊരു ഫോട്ടോ ഉണ്ടോ? നിങ്ങളൊരു ഫോട്ടോ കണ്ടായിരുന്നു വണ്ടിയിൽ ഇങ്ങനെ ഓട്ടോയിൽ പോകുന്നേ. അത് ഓട്ടോയിൽ അന്ന് കൊണ്ടുപോയതാണ്. അതിനു മുമ്പുള്ള ദിവസങ്ങളിൽ ഈ ആശുപത്രിയിൽ നിന്ന് വന്നിട്ട് പിന്നെ ജോലിക്ക് എല്ലാത്തായോ? അവിടുന്ന് വന്നപ്പോ തന്നെ കുറച്ച് ദിവസമായിട്ട് അന്ന് ആശുപത്രി കൊണ്ടുപോയപ്പോഴുള്ള കിടക്കേ ആട്ടോയിൽ ഇറങ്ങുന്നില്ല. ഓട്ടോയാ. എൻ്റെ ഓട്ടോയിലാണ് കൊണ്ടുപോയത്. എണ്ണിക്കാൻ വയ്യ. ആ ഒരു കണ്ടീഷനാക്കിയല്ല. മൊത്തം ഇൻഫെക്ഷനായി പോയി ശരീരം മൊത്തം. മെഡിക്കലിൽ കിടക്കുന്നതാ. മെഡിക്കലിൽ കിടക്കുക. പെറ്റീഷൻ കൊടുക്കണം. ഇതിന് സുഖമില്ലാതെ സാറേ അവനെ കൊണ്ട് അല്ല അതല്ല, ഈ ഞാൻ പറയുന്നത് ആദ്യമേ പോലീസ് സ്റ്റേഷനിൽ വന്നതിന് ശേഷം അന്നേരം ഇതിന് ചികിത്സയ്ക്ക് വയ്യായിരുന്നു.